Hi friends, welcome back to my channel Teachers Cafe. Teachers Cafe ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സേമിയ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട്. ആ വെള്ളം ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ആ വെളിച്ചെണ്ണയെല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് വെള്ളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. വെള്ളം പയ്യൊന്ന് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നീളമുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത്. നീളമില്ലാത്ത നമുക്ക് ചെറുതായിട്ടുള്ള സേമിയയും കിട്ടും, ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ ഞാൻ നീളമുള്ളതാണ് എടുത്തിട്ടുള്ളത്. സോ അത് നമുക്ക് ഓരോ ഭാഗം വേവുന്നതിനനുസരിച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഈ ഒരു വെള്ളത്തിലേക്ക്. സേമിയ അറിയാലോ, സേമിയക്ക് ഒരുപാട് വേവ് ഒന്നുമില്ല. സോ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് പെട്ടെന്നൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളയ്ക്കേണ്ട താമസമേ ഉള്ളൂ. സേമിയ പെട്ടെന്ന് തന്നെ വെന്ത് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ അത്യാവശ്യം നന്നായിട്ട് അത് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ ആ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതുകൊണ്ട് ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തിളച്ചു, സേമിയ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. സേമിയ നന്നായിട്ട് വെന്തിട്ടുണ്ട്. സേമിയക്ക് അങ്ങനെ ഒത്തിരി വേവാൻ ടൈം വേണ്ടല്ലോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സേമിയ നമുക്ക് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റാം. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിനി കുറച്ച് പ്രൊസീജിയേഴ്സ് ചെയ്യാനുണ്ടല്ലോ. സോ ആ സമയം കൊണ്ട് സേമിയ ഓവർ കുക്ക്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് നമുക്കവിടെ മാറ്റി വെച്ചേക്കാം. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞതാണ് സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ കുറച്ച് പച്ചമുളക് കൂടി, 2 പച്ചമുളകാണത്, ചെറിയ പച്ചമുളക് 2 അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പയ്യൊന്ന് വഴണ്ടി വന്നാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് വഴണ്ടി വരണം. അപ്പോൾ ഏകദേശം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കാണ്. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്തേക്കുന്നത്. ചിക്കൻ മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് 1 തക്കാളി നീളത്തിൽ അരിഞ്ഞതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ആ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച സേമിയ ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഗ്രേവി ആ സേമിയയിലേക്കെല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഇനി വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്തതായതുകൊണ്ട് തന്നെ ചെറിയ വെള്ളം ഉള്ളത് ഒന്ന് വലിയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ആ വെള്ളം ഒന്ന് വലിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാ നന്നായിട്ട് ആ ഒരു ഗ്രേവിയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അങ്ങനെ നമ്മുടെ സേമിയ കൊണ്ടുള്ള ടേസ്റ്റി റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈവനിങ്ങിലൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ഡിഷാണിത്. സോ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക കൂടി ചെയ്യാം. മാത്രമല്ല നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.